അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ കെ മുരളീധരന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 2016 എനിക്ക് പിന്തുണ ലഭിച്ചു വട്ടിയൂർക്കിൽ, അത് കുമ്മനം എതിർ സ്ഥാനാർത്ഥി വന്നുകൊണ്ടാണ്. പക്ഷേ 2019 മുതൽ കോൺഗ്രസിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇത് പറയുന്നു? അങ്ങനെ പറയുന്നത് അത് ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ CPM അടക്കം കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിലും മുരളീധരൻ അങ്ങനെ പറയുന്നത് അതെന്ത് ലക്ഷ്യമിട്ടാണ് എന്ന് വേണം നമുക്ക് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. അതായത് 2026 നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു കാരണവശാലും ഭൂരിപക്ഷം കിട്ടരുത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ യാതൊരു കാരണവശാലും കേരളത്തിൽ മുഖ്യമന്ത്രി ആകരുത് എന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട കെ മുരളീധരന് നിർബന്ധമുണ്ട്. ആ നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ അനവസരത്തിൽ ഇങ്ങനെ ഒരു അസംബന്ധ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും UDFന് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിലും കിട്ടി, വയനാട്ടിലും കിട്ടി. ചേലക്കരയിൽ അവര് വാഗോണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ സഹായിക്കും. മുമ്പ് CPMനെ സഹായിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർ കൃത്യമായിട്ട് കോൺഗ്രസിനെയും UDFനെയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ ആർക്കും സംശയമില്ല. പക്ഷെ കെ മുരളീധരൻ ഇപ്പൊ എന്തിനത് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. CPM വളരെ ഖണ്ഡിതമായ നിലപാടെടുത്തിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും അവരുടെ വർഗീയ വിഭജന വിഘടന രാഷ്ട്രീയത്തിനെതിരായിട്ട്, മതരാഷ്ട്രവാദത്തിനെതിരായിട്ട്, മതമൗലികവാദത്തിനെതിരായിട്ട് CPM എടുത്തിട്ടുള്ള നിലപാടിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുരളീധരൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ താല്പര്യം ഇത് മാത്രമാണ്. അതായത് അദ്ദേഹത്തിന്റെ സ്നേഹമില്ലാത്ത, താല്പര്യമില്ലാത്ത സർവശ്രീ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അതുപോലെ VD സതീശനോ കേരളത്തിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാകാൻ പാടില്ല. അത് പുള്ളി സമ്മതിക്കില്ല. കടത്തി പറഞ്ഞിരിക്കുകയാണ്. സാധാരണ കേൾക്കുമ്പോൾ സാധാരണ നിലയിൽ ആരും വിമർശിക്കാത്ത തരത്തിൽ അല്പം കടത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിട്ടിക്കൽ എന്താണ് വിമർശനം എന്നൊക്കെ പറയേണ്ട തരത്തിലാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അത് കെ മുരളീധരൻ അങ്ങനെ അത് ലാക്കാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്നൊരു മുഖ്യമന്ത്രി വരേണ്ടതില്ല എന്നത് ലാക്കാക്കൊണ്ട് ഇങ്ങനെ മറ്റുള്ള ആരും അധികാരത്തിലേക്ക് വേണ്ട, എനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്നൊക്കെ ഒരു നിലപാടിലേക്ക് എത്തുമോ? അങ്ങനെ കരുതണോ? എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കെ മുരളീധരനെ എത്ര കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസിൽ 3 രൂപയുടെ മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്ന് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ മുരളീധരൻ മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് വാശി പിടിച്ച ഒരാൾ ഞാൻ മാത്രമാണ് അന്ന് മുരളീധരനെ പിന്തുണച്ചത്. ഞാൻ വലിയ ആളായോണ്ട് പറയുന്നത്. പിന്നീടാണ് VM സുധീരൻ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞ ആ വിഷയമേ അല്ല. പക്ഷെ കെ മുരളീധരൻ ഈ പോകുന്ന കപ്പലിൽ തുളയിടുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതേപോലത്തെ ഒരു സമീപനം സ്വീകരിച്ചു. പോപ്പുലർ ഫ്രണ്ടുകാർ, SDPI പിന്തുണ പ്രഖ്യാപിച്ചാൽ SDPI ആര് പിന്തുണച്ചാലും വോട്ട് സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളത്തിൽ UDFന്റെ ബാക്കി 18 സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ അദ്ദേഹം തോറ്റുപോയി. സിറ്റിംഗ് സീറ്റിൽ തോറ്റുപോയിട്ട് ഒരു കാരണം ഇതാണ്. ഇതുപോലുള്ള ആളുകളുടെ പിന്തുണ സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും നല്ലവരായ നാട്ടുകാരെ എതിരാവും. SDPI മാത്രമല്ല ഈ രാജ്യത്ത് വോട്ട് ചെയ്യുന്നത്. SDPIയുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു വിഭാഗക്കാർ ഇതിനെതിരാവും എന്നാണ്. അത് വെറും സിമ്പിൾ ആയിട്ടുള്ള രാഷ്ട്രീയമല്ലേ. അതറിയാവുന്നതുകൊണ്ടല്ലേ SDPIയുമായിട്ടും അല്ലെങ്കിൽ പോപ്പുലർ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം CPM പ്രശ്നവൽക്കരിക്കുന്നത്. അവർക്ക് ഇവരോട് വല്ല വിരോധം ഉണ്ടായിട്ടാണോ? ഒരിക്കലും അല്ല. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ആലപ്പുഴയിൽ റാലി നടത്താൻ അനുവാദം കൊടുത്താരാ? പിണറായി സർക്കാർ. ഇപ്പൊ ഏറ്റവും ശക്തമായിട്ട് തള്ളി പറയുന്നവരാണ്. അത് പിണറായിക്ക് അദ്ദേഹത്തിന്റെ ഗഡികളായിട്ടുള്ള ഗോവിന്ദൻ മാഷ്, ശ്രീമതി ടീച്ചർ, AK ബാലൻ അല്ലെങ്കിൽ മോഹനൻ, ഇങ്ങനെയുള്ള ആളുകളല്ലേ. അപ്പൊ സംഗതി വളരെ വ്യക്തമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടെ യോജിപ്പിച്ച് നിർത്താനും അന്യത BJPക്ക് പോകാൻ സാധ്യതയുള്ള കുറെ വോട്ടുകൾ തിരിച്ച് LDFിലേക്ക് കൂട്ടാനുള്ള ശ്രമമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതറിയാത്ത ആളൊന്നുമല്ല കെ മുരളീധരൻ. അല്ലെങ്കിൽ അദ്ദേഹം അത്ര ശിശുതുല്യനായ നിഷ്കളങ്കനായിരിക്കും. അങ്ങനെ കെ മുരളീധരൻ ഒരു വളരെ നിഷ്കളങ്കനായ രാഷ്ട്രീയം അറിയാത്ത പിഞ്ചു പൈതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ചാണ്ടി ഉമ്മനാണ് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന് അത്രയ്ക്ക് ബുദ്ധിയുള്ളൂ, അദ്ദേഹത്തിന് അത്രയ്ക്ക് രാഷ്ട്രീയ വിവരമുള്ളൂ, വിവേകമുള്ളൂ. കെ മുരളീധരൻ അങ്ങനെ ഒരു ചാണ്ടി ഉമ്മനല്ലല്ലോ, ആകാനും പാടില്ലല്ലോ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായിരിക്കും? ഒരു കാരണവശാലും UDF ജയിക്കരുത്. ഈ നാട്ടിൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആരെങ്കിലും അബദ്ധത്തിലെങ്കിലും UDFന് വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വോട്ട് എതിർ പാർട്ടിക്ക് പോകണം. ഇത്ര അദ്ദേഹത്തിന്റെ താല്പര്യമുള്ളൂ. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ താല്പര്യം.
മുരളീധരന്റെ രാഷ്ട്രീയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ആ ഒരു നിരീക്ഷണം നമ്മൾ നോക്കേണ്ടത്. ഇസ്ലാമിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനുണ്ട് എന്ന് ഇപ്പോൾ പറഞ്ഞു. അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണ് അത് എന്നതാണ്. മാത്രമല്ലേ എനിക്കിപ്പോൾ തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രീതി പറഞ്ഞാൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള CPM-ന്റെ നീക്കത്തിന് പിന്തുണ നൽകുകയാണ് കെ മുരളീധരൻ എന്നുള്ള നിരീക്ഷണമാണ് വന്നിട്ടുള്ളത്.